ജൂൺ 30-ന് മുമ്പ് സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ സെൽഫ് എന്യൂമറേഷൻ എന്താണ്, എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ ലോഗിൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിങ്ങളുടെ വിവരങ്ങൾ മുഴുവൻ സമർപ്പിക്കാം, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണും. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ സെൽഫ് എന്യൂമറേഷൻ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് റിസൾട്ടിലെ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സെൽഫ് എന്യൂമറേഷൻ SE ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ക്യാപ്ച അതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് കേസ് സെൻസിറ്റീവാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡിസ്ക്ലൈമർ ആദ്യം വരും, അത് വായിച്ച് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന ഫീൽഡുകളിൽ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമില്ല, പക്ഷേ പേരും മൊബൈൽ നമ്പറും നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. സെക്യൂരിറ്റി പർപ്പസായിട്ട് ഞാനിവിടെ ഡീറ്റെയിൽസ് ഒന്ന് മറയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അപ്പോൾ ആ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട വിവരം, നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ആലോചിച്ച് കറക്റ്റായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. OTP കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ലാംഗ്വേജും സെലക്ട് ചെയ്യുക. ഈ ലാംഗ്വേജും പിന്നീട് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നതല്ല. അപ്പോൾ ലാംഗ്വേജും കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതി വരുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. തുടർന്ന് വരുമ്പോൾ ആദ്യം നിങ്ങളുടെ ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കേരള നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിരുന്നു, അതുപോലെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ പിൻകോഡ് ഏതാണെന്ന് കൃത്യമായിട്ട് കൊടുക്കുക. പിൻകോഡ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് മാപ്പിനെ ആ ഒരു ഏരിയയിൽ കൊണ്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ മാപ്പിൽ നമ്മൾ സെർച്ച് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യം വരും. പിൻകോഡ് എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ആ ഒരു ബോക്സിൽ നമ്മുടെ സ്ഥലം കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാപ്പ് ആ ഏരിയയിൽ വന്ന് ലാൻഡ് ചെയ്യുന്നതാണ്. തുടർന്ന് നമ്മുടെ ലൊക്കേഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തി പിന്നെ അവിടെ കൊണ്ട് കറക്റ്റായിട്ട് വെക്കുക. തുടർന്ന് സേവ് ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് പോവുക. അടുത്ത സെക്ഷനിൽ നമ്മുടെ വീടിൻ്റെ വിശദാംശങ്ങളാണ് കൊടുക്കാനുള്ളത്. സെൻസസ് വീടിൻ്റെ നിലത്തിന് ഉപയോഗിച്ച പ്രധാന സാമഗ്രി, അത് മണ്ണാണോ അതോ മരം, മുള എന്നിവ കൊണ്ടുള്ളതാണോ, ചുട്ട ഇഷ്ടിക, കല്ല്, സിമൻറ്റ്, അല്ലെങ്കിൽ മൊസൈക്കാണോ, ടൈൽസാണോ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആണോ, ഈ വിവരം കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായി സെൻസസ് വീടിൻ്റെ ഭിത്തിക്ക് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാമഗ്രി ഏതാണെന്ന് കൊടുക്കുക. പുല്ല്, ഓല, മുള മുതലായവ, പ്ലാസ്റ്റിക്, പോളിത്തീൻ, മണ്ണ്, ചുടാത്ത ഇഷ്ടിക, മരം, സിമൻറ്റോ ചുണ്ണാമ്പോ ചാന്തോ പൂശിയ കല്ല്, പൂശാത്ത കല്ല്, അതുപോലെ GI മെറ്റൽ, കോൺക്രീറ്റ്, മറ്റുള്ളവ എന്നീ വിവരങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മുടെ വീടിൻ്റെത് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ സെൻസസ് വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ച പ്രധാന നിർമ്മിതി സാമഗ്രി ഏതാണെന്ന് കൊടുക്കുക. പ്ലാസ്റ്റിക്, പോളിത്തീൻ, അതുപോലെ പുല്ല്, ഓല, മുള, മരം, മണ്ണ് മുതലായവ, കൈ നിർമ്മിതമായ ഓട്, യന്ത്രനിർമ്മിതമായ ഓട്, ചുട്ട ഇഷ്ടിക, കല്ല് എന്നിവയൊക്കെ ഓപ്ഷൻസിലുണ്ട്. കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തി കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഈ സെൻസസ് വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നല്ലത്, താമസിക്കാവുന്നത്, ജീർണിച്ചത്. അപ്പോൾ അതിൽ അതിൻ്റെ അവസ്ഥ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. തുടർന്ന് സേവ് ചെയ്ത് അടുത്ത വിൻഡോയിലേക്ക് പോവുക. അപ്പോൾ സ്ഥിരീകരണം ചോദിക്കുന്നുണ്ട്, സ്ഥിരീകരണം കൊടുക്കുക. തുടർന്ന് വരുന്ന വിവരങ്ങളിലും സെക്യൂരിറ്റി പർപ്പസ് ഉള്ളതുകൊണ്ട് ഞാൻ വിവരങ്ങളെല്ലാം തന്നെ മറയ്ക്കുന്നുണ്ട്.
അപ്പോൾ അത് നിങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുക. ഈ കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ ആകെ എണ്ണം, അതുപോലെ കുടുംബത്തിൽ കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ നാഥയുടെ പേര്, തിരഞ്ഞെടുത്ത ഭാഷ ഏതാണെന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഭാഷയിൽ തന്നെ നമുക്കവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ഭാഷയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. തുടർന്ന് പട്ടികജാതിയോ പട്ടികവർഗമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അത് ഏതാണ് കൃത്യമായിട്ട് വിവരം നൽകുക. അതുപോലെ ഈ വീടിൻ്റെ ഉടമസ്ഥത ആരുടെ പേരിലാണെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. താമസിക്കാൻ സാധിക്കുന്ന മുറികളുടെ എണ്ണം, അതുപോലെ കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം എത്രയാണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിനടുത്തുള്ള ഐ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ നമ്മൾ രേഖപ്പെടുത്തേണ്ടതെന്നുള്ള കൃത്യമായിട്ട് വിവരങ്ങളെല്ലാം തന്നെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം രേഖപ്പെടുത്തുക. തുടർന്ന് വരുന്ന അടുത്ത വിൻഡോയിൽ കുടിവെള്ളത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ഏതാണെന്നുള്ളത് രേഖപ്പെടുത്തണം. അതുപോലെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സിൻ്റെ ലഭ്യത എന്താണെന്ന് രേഖപ്പെടുത്തുക. വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ഏതാണെന്ന് രേഖപ്പെടുത്തുക. ഇതൊക്കെ ആ ഓപ്ഷൻസ് എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഓപ്ഷൻസാണ് അവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ താഴേക്ക് വരുമ്പോൾ അഴുക്ക് വെള്ള കുഴൽ ബന്ധിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ പരിസരത്ത് ലഭ്യമായ കുളിക്കുവാനുള്ള സൗകര്യം, കുളിമുറിയും മറ്റ് സാമഗ്രികളും എല്ലാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ അടുക്കളയുടെയും LPG അല്ലെങ്കിൽ PNG ഇതിൻ്റെ എല്ലാം കണക്ഷൻ്റെ എല്ലാം ലഭ്യത അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രൈമറി സോഴ്സ് ഏതാണ്, പ്രധാനമായും വിറകാണോ, വിറകടുപ്പാണോ, അതോ മണ്ണെണ്ണ സ്റ്റൗവാണോ, എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം ഏതാണെന്നുള്ളത് പറയേണ്ടതുണ്ട്. നമുക്ക് സംശയം വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഈ ഐ ബട്ടൺ കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ എൻ്റർ ചെയ്ത വിവരങ്ങൾ നമുക്ക് തിരുത്താൻ പിന്നീട് അവസരം ലഭിക്കുന്നതല്ല. ഒരു തവണ നമുക്ക് അവസരം കിട്ടും. കൂടുതൽ സമയത്തേക്ക്, അതായത് നമ്മൾ അവിടെ മറന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് തിരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ, റേഡിയോ, അതുപോലെ ടെലിവിഷൻ, ഇങ്ങനെയുള്ള ഉപകരണങ്ങളുള്ളതെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത നമുക്ക് ഫോണിലാണോ അത് കേബിളാണോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയേണ്ടതുണ്ട്. അതേപോലെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ തുടങ്ങിയവ ഉള്ളവരാണെങ്കിൽ അതും വിശദമാക്കേണ്ടതുണ്ട്, വ്യക്തമാക്കേണ്ടതുണ്ട്. ടെലിഫോൺ, അതുപോലെ മൊബൈൽ, ലാൻഡ് ഫോൺ ഉണ്ടോ, മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ, സ്മാർട്ട് ഫോൺ മാത്രമേ ഉള്ളൂ എന്നുള്ള വിവരങ്ങൾ പറയേണ്ടതുണ്ട്. തുടർന്ന് നമുക്ക് വാഹനം, സൈക്കിൾ, സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ, മോപ്പഡ് തുടങ്ങിയ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. അതിൽ സൈക്കിളും അതുപോലെ മറ്റെല്ലാം ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അതുപോലെ 4 ചക്രം ഉണ്ടെങ്കിൽ, കാർ, ജീപ്പ്, വാൻ തുടങ്ങിയവ ഉണ്ടെങ്കിൽ അത് പറയണം. അതുപോലെ മൊബൈൽ നമ്പർ ഏതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം ഏതാണ്. കേരളീയർ അരി ആഹാരം കഴിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അരി അത് കൃത്യമായിട്ട് കൊടുക്കുക. മറ്റുള്ള ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ അത് വ്യക്തമായിട്ട് പറയുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്മൾ കൊടുത്ത വിവരങ്ങളെല്ലാം തന്നെ റീചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം ഒരു പ്രിവ്യൂ പോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് സമയമെടുത്ത് വായിച്ച് നോക്കുക. തെറ്റ് വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റിൽ പോയിട്ട് നമുക്കതിനെ ക്ലിയർ ആക്കാവുന്നതാണ്. ഒന്നുകൂടി ഈ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. ആ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് നൽകുക, കൃത്യമായിട്ട് കൊടുക്കുക. എല്ലാ സ്ഥലവും നമുക്കപ്പോൾ പുനഃപരിശോധിക്കാനുള്ള അവസ്ഥ കിട്ടുന്നതാണ്. അവിടെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ശരിയാണോ എന്ന് ഒന്നുകൂടിയൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഇത്രയും നേരം ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ഒന്നുകൂടെ, അതായത് നമ്മൾ ചെയ്ത് വെച്ചതൊന്നും അവിടെ പോവില്ല, എല്ലാം അങ്ങനെ തന്നെ കാണും. അതെല്ലാം ശരിയാണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ് നമുക്കവിടെ കിട്ടുന്നത്. അത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോം സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മളെത്തും. അപ്പോഴും സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഒന്നുകൂടി നമ്മൾ രണ്ടാമത് കൊടുത്ത വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് കിട്ടുന്നതാണ്. അവിടെ നമ്മൾ
വിവരങ്ങളെല്ലാം തന്നെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ നോക്കുക. എന്തെങ്കിലും അക്ഷരത്തെറ്റോ അല്ലെങ്കിൽ ഓപ്ഷനിൽ തന്നെ മിസ്റ്റേക്കുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരീകരിച്ച് സമർപ്പിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് അന്തിമ സമർപ്പണമാണ്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അവിടെ നമ്മൾ സമർപ്പിച്ചാൽ നമുക്ക് ഒരു കോഡ് വിജയകരമായി നമ്മൾ സമർപ്പിച്ചു എന്നുള്ളതിന് കൺഫർമേഷനായിട്ട് ഒരു സെൽഫ് എന്യൂമറേഷൻ്റെ ഈ ID നമുക്ക് കിട്ടും. ആ ID മൊബൈലിലേക്കായിരിക്കും, നമ്മുടെ രജിസ്റ്റർഡ് മൊബൈൽ IDയിലും അതുപോലെ ഇമെയിലിലേക്കും വരും. അപ്പോൾ അത് നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ AD സെൽഫ് എന്യൂമറേഷൻ ID എന്ന് പറയുന്നത് HLO, അതായത് ഹൗസ് ലിസ്റ്റിംഗ് ഹൗസിംഗ് സെൻസസ് ഓപ്പറേഷൻസിന് വേണ്ടി ബന്ധപ്പെടുന്ന ആളോട് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് വരുന്ന SMS നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇത്തരത്തിലൂടെ നമുക്ക് നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങളെല്ലാം തന്നെ വളരെ വിജയകരമായി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, സമയം തീരുന്നതിന് മുമ്പ്, അതായത് ജൂൺ 30 ലാസ്റ്റ് ഡേറ്റ്, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് കൃത്യമായിട്ട് എല്ലാവരും നിങ്ങളുടെ വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പോർട്ടലിൽ സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.